ഗുഡ് മോർണിംഗ് റിപ്പോർട്ടർ തുടരുകയാണ്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പൾസർ സുനി ഇന്ന് വിചാരണ കോടതിയിൽ അപേക്ഷ നൽകും. വിചാരണ കോടതിയായ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ പൾസർ സുനിയുടെ അപേക്ഷ പരിഗണിച്ചേക്കും. കോടതി ജാമ്യ വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നതോടെ പൾസർ സുനിക്ക് പുറത്തിറങ്ങാനായേക്കും. സുനി നിലവിൽ എറണാകുളം സബ് ജയിലിൽ റിമാൻഡിലാണ്. അഞ്ജലി ശ്രീജിതാരാജ് നൽകും വിശദാംശങ്ങൾ. അഞ്ജലി, ഗുഡ് മോർണിംഗ്. പൾസർ സുനി എപ്പോൾ പുറത്തിറങ്ങും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തൊക്കെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ ബാക്കിയുള്ളത്? പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ഒരാഴ്ചയ്ക്കുള്ളിൽ വിചാരണ കോടതിയിൽ സുനിയെ ഹാജരാക്കി ജാമ്യത്തിൽ വിടണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പൾസർ സുനി വിചാരണ കോടതിയിൽ അപേക്ഷ നൽകും. ഈ അപേക്ഷ കോടതി പരിഗണിച്ചാൽ നാളെ തന്നെ പൾസർ സുനിയെ കോടതിയിൽ ഹാജരാക്കും. നമുക്കറിയാം, അതായത് നടിയെ ആക്രമിച്ച കേസിൽ 10 പ്രതികളിൽ 1-ാം പ്രതിയാണ് പൾസർ സുനി. അതായത് 7.5 വർഷത്തിന് ശേഷം നടി ആക്രമിക്കപ്പെട്ട കേസിന് ആസ്പദമായി 7 വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ഇത്തരത്തിൽ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വിചാരണ കോടതിയിൽ പൾസർ സുനി അപേക്ഷ നൽകും. അപേക്ഷ നാളെ കോടതി പരിഗണിച്ചാൽ പൾസർ സുനിയെ ഹാജരാക്കും. വിചാരണ കോടതിയാണ് ജാമ്യ ഉപാധികളോടെ പൾസർ സുനിക്ക് ഇത്തരത്തിൽ ഉപാധികളോടെ ജാമ്യം അനുവദിക്കേണ്ടത്. ഇതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ കടുത്ത രീതിയിലുള്ള ഉപാധികൾ മുന്നോട്ട് വയ്ക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സുനി നിലവിൽ എറണാകുളം സബ് ജയിലിൽ റിമാൻഡിലാണ്. കോടതി ഉപാധി നിശ്ചയിച്ചു കഴിഞ്ഞാൽ സുനിക്ക് ജാമ്യത്തിൽ ഇറങ്ങാൻ സാധിക്കും. അതായത് നാളെയാണ് ഇത്തരത്തിൽ കോടതി സുനിയുടെ ഈ ജാമ്യ അപേക്ഷ പരിഗണിച്ച് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷമായിരിക്കും ഈ വിചാരണ കോടതി ഉപാധികൾ നിശ്ചയിക്കുക. അതിനുശേഷമായിരിക്കും സുനിയുടെ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. നമുക്കറിയാം, അതായത് 261 സാക്ഷികളുടെ വിസ്താരവും വാദവും കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ഇനിയുള്ളത് അതായത് പ്രതിഭാഗത്തിൻ്റെ അന്തിമ വാദം ഉന്നയിക്കാനാണ്. ഈ മാസം 26 വരെ അതിന് അവസരമുണ്ട്. ഇത്തരത്തിൽ ഈ വിചാരണ വൈകിയതാണ് സുനിക്ക് ഇത്തരത്തിൽ ജാമ്യം അനുവദിക്കാനുള്ള കാരണമായി മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് സുനി പുറത്തിറങ്ങിയാൽ സുനിയെ അതായത് 8-ാം പ്രതിയായ ദിലീപ് സുനിയെ സ്വാധീനിച്ചേക്കാം. കൂടാതെ സുനിയുടെ ജീവന് ഭീഷണിയുണ്ടെന്നെല്ലാം പോലീസ് ഇത്തരത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു. അതിനാൽ തന്നെ കൂടാതെ ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് ഇതുവരെയും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നെല്ലാം പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി സുനി പുറത്തിറങ്ങിയാലും കടുത്ത നിരീക്ഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയാണ്, കടുത്ത ഉപാധികളോടെയാണ് ഏതായാലും പൾസർ സുനി പുറത്തിറങ്ങുന്നത്. അഞ്ജലി, തുടരണം. മറ്റൊരു വാർത്ത കൂടിയുണ്ട്. വാർത്തയുടെ